കണ്ണൂരുകാരനായ നടൻ ശ്രീനിവാസൻ സംസ്ഥാനത്തെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടികളെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ചർച്ചാ വിഷയമായി. ശ്രീനിവാസൻ്റേത് അരാഷ്ട്രീയ ചിന്തയാണെന്നു വരെ വിമർശനം ഉയർന്നു. ക്യൂബ മുകുന്ദനായി അഭിനയിച്ച ശ്രീനിവാസൻ ക്യൂബയെക്കുറിച്ചും ചെഗുവരയെക്കുറിച്ചും സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചുമുള്ള ഗവേഷണത്തിലാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഞാൻ മരിച്ചേക്കാം എന്ന് തീരുമാനിക്കുന്നത് പോലെയുള്ള മണ്ടത്തരം വേറെയില്ല. ഞാനില്ലാത്ത രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഞാനെന്ത് ചെയ്യാൻ? അതിന് ഞാൻ തയ്യാറല്ല. ഞാൻ പിന്നെ ഹർത്താലിനോ സമരത്തിനോ അതിന് നേതൃത്വം കൊടുക്കാനും ഞാൻ തയ്യാറല്ല. കാരണം അവിടെ വെച്ചിട്ട് ആരും തല്ലെടുത്തെറിഞ്ഞാൽ ഞാൻ ചത്തുപോകും. എനിക്കിവിടെ കുറച്ചു കാലം കൂടി ജീവിക്കാനുണ്ട്. ഞാൻ ആസ്വദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇവിടെ നടക്കുന്ന അനീതികൾ ഞാൻ രാഷ്ട്രീയത്തെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വായനയാണ്. രാഷ്ട്രീയം വായനയാണ്, ലോകത്തെ അറിയലാണ്, മനുഷ്യത്വം ഉണ്ടാവലാണ്. അതിനും വായന ആവശ്യമാണ്. വിഷ പച്ചക്കറിക്കെതിരെ മാത്രമല്ല, അഴിമതിക്കെതിരെയും ഒരേ ആർജവത്തോടെ ശ്രീനിവാസൻ സംസാരിക്കും. അഴിമതിയെ തടയുവാൻ ഒരു വിധത്തിലും സാധ്യമല്ലാത്ത രീതിയിൽ നമ്മുടെ ജനാധിപത്യം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്വേച്ഛാധിപത്യമായി മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ ഓരോ മനുഷ്യൻ്റെയും കൊടുക്കുന്ന നികുതി പണമാണ്. അത് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കട്ടുമുടിക്കാനുള്ളതല്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ജനം വെറും പട്ടിയാണ്. ഇവന് യാതൊരു സ്വാതന്ത്ര്യമില്ല. ഇവൻ്റെ ഒരു അഭിപ്രായത്തിനും വിലയില്ല. തിരഞ്ഞെടുത്ത നേതാവിനെ MLA തിരിച്ചു വിളിക്കാനുള്ള വല്ല സാധ്യതയുണ്ടോ? അയാളവിടെ പോയി അഴിമതി നടത്തുന്നു, എല്ലാം നടത്തുന്നു, എന്തും ചെയ്യാം. അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഇതേയാൾ ഈ ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അതുവരെ ഒന്നുമില്ല. അതുവരെ മോഷണം തന്നെ മെയിൻ പണി. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് ശ്രീനിവാസന്റെ കഥാപാത്രം പണ്ടൊരു സിനിമയിൽ പറയുന്നുണ്ട്. പക്ഷേ ക്യൂബയെയും ഫിഡൽ കാസ്ട്രോയെയും കുറിച്ച് ശ്രീനിവാസൻ പലതും പറയും. ഫിഡൽ കാസ്ട്രോ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരാണ്. ക്യൂബ മുകുന്ദനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതാ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഫിഡൽ കാസ്ട്രോ എന്ന് പറയുന്നയാൾ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. അദ്ദേഹം തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു. ഐ ആം നോട്ട് എ കമ്മ്യൂണിസ്റ്റ് എന്ന് അയാൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അയാൾ വേറെ ആളാണ്. അയാൾ ഗറില്ല യുദ്ധത്തിലൂടെ പിന്നെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിനെ, അയാൾ സ്പാനിഷ് ആളാണ്, അയാളെ എതിരെയായിരുന്നു ഒരു വലിയൊരു ഫാക്ടറി ഉടമസ്ഥൻ്റെ മകനായിരുന്നു ഫിഡൽ കാസ്ട്രോ എന്ന് പറയുന്നതാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഗറില്ല യുദ്ധത്തിന് ശേഷം ആ സ്പാനിഷ് ഭരണാധികാരി മാറിയപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി, ഭക്ഷണമില്ലാതായി. അങ്ങനെ ഫിഡൽ കാസ്ട്രോ റഷ്യയെ സമീപിക്കുകയാണ്. ഈ സൗഹൃദം ഭക്ഷണം കൊടുത്ത രാജ്യം റഷ്യ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഉണ്ടായി വന്ന ഒരു കമ്മ്യൂണിസമാണത്. അതൊരു കമ്മ്യൂണിസമല്ല. സഖാവ് സാക്ഷാൽ ചെഗുവരയെയും ശ്രീനിവാസൻ വെറുതെ വിടുന്നില്ല. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രം മാറ്റി എഴുതാനാണ് ശ്രീനിവാസന്റെ പ്ലാൻ. ചെഗുവേര എന്ന് പറയുന്ന ആളിനെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല പല ഫ്ലക്സ് ബോർഡുകളിലും അവിടെയൊക്കെ കാണുന്നത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പിന്നെ ഫിഡൽ കാസ്ട്രോയുടെ മന്ത്രിസഭയിലൊരു മന്ത്രിയായിരുന്നു. ഫിഡൽ കാസ്ട്രോയുടെ സ്വജനപക്ഷപാതം മടുത്തിട്ട് അവിടുന്ന് സ്ഥലം വിട്ടു പോയ ആളാണ്. അത് വ്യക്തമായിട്ടും ഈ കാലം തെളിയിച്ചു. ഫിഡൽ കാസ്ട്രോ പോയപ്പോൾ റൗൾ കാസ്ട്രോയെ പ്രസിഡൻ്റാക്കി. അപ്പോൾ അന്നേ സ്വജനപക്ഷപാതിയാണ് എന്നുള്ളതിന് പിന്നീട് തെളിവുണ്ടായി. ചെഗുവേര അങ്ങനെ മനമെടുത്ത് പോയതാണ് അത്രേ. ഈ ശ്രീനിവാസ ചിന്തകളോടെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.